തമിഴ്നാട്ടിൽ ക്ഷേത്ര ദർശനത്തിന് ഹിന്ദുമത ധർമ്മസ്ഥാപന വകുപ്പ് മന്ത്രി രമേശിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ 3 പേർക്ക് സസ്പെൻഷൻ. തിരുച്ചെന്തൂർ മുരുകൻ ക്ഷേത്രത്തിലെ പൂജാരി, 2 സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. തലമുണ്ഡനം ചെയ്തതിന് കൈക്കൂലി വാങ്ങിയ 2 പേരെയും സസ്പെൻഡ് ചെയ്തു. ഇന്ന് പുലർച്ചെയാണ് മന്ത്രി രമേശും 3 സ്റ്റാഫ് അംഗങ്ങളും ക്ഷേത്രത്തിലെത്തിയത്. സ്റ്റാഫിലെ ഒരാളെ VIP ദർശനത്തിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ മുന്നോട്ട് വിട്ടു. തുടർന്നാണ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 2 സുരക്ഷാ ഉദ്യോഗസ്ഥർ ഒരാൾക്ക് 1000 രൂപ വീതം 4 പേർക്ക് 4000 രൂപ നൽകാൻ ആവശ്യപ്പെട്ടത്. സ്റ്റാഫ് അംഗം പണം പൂജാരിക്ക് ഗൂഗിൾ പേ ചെയ്ത് നൽകുകയും ചെയ്തു. വൈകാശി ഉത്സവം നടക്കുന്നതിനാൽ 31 വരെ പ്രത്യേക ദർശനം പാടില്ലെന്ന സർക്കാർ ഉത്തരവ് നിലനിൽക്കെയാണ് ക്ഷേത്രം ജീവനക്കാർ കൈക്കൂലി വാങ്ങി ദർശനത്തിന് സൗകര്യം ചെയ്തു കൊടുത്തത്. ക്ഷേത്രത്തിൽ വ്യാപക അഴിമതി നടക്കുന്നുണ്ടെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മന്ത്രി എത്തിയത്. മന്ത്രി മാസ്ക് ധരിച്ചിരുന്നതിനാൽ ജീവനക്കാർക്ക് മനസ്സിലായില്ല. ദർശനത്തിന് ശേഷം ഓഫീസിലെത്തിയപ്പോഴാണ് മന്ത്രിയാണ് വന്നതെന്ന് ക്ഷേത്രം ജീവനക്കാർക്ക് മനസ്സിലായത്. തുടർന്നായിരുന്നു സസ്പെൻഷൻ നടപടി. തലമുണ്ടനം ചെയ്തതിന് കൈക്കൂലി വാങ്ങിയെന്ന പരാതിയിൽ 2 പേരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 24 ചെന്നൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.